ഇത് പറഞ്ഞത് മുട്ടക്കാട്ടം തന്നെ, പക്ഷേ പാമ്പല്ല, കിണർ 1.5 കിണറായിപ്പോയി കേട്ടോ. സൂപ്പർ കിണറാണ്, അടിപൊളി. ഒന്നും കാണുന്നില്ല കേട്ടോ. അത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഒന്നും തുടിച്ച് വരുന്നുണ്ട്, പക്ഷേ സൈസ് കണ്ടിട്ട് ചേരായിട്ട് മൂർക്കലിൻ്റെ പോലെയാണ് തോന്നുന്നത്. പക്ഷേ വീണിട്ട് ഇന്നലെ വീണതല്ല. താഴെ ഇറങ്ങി പോകാൻ പറ്റൂലല്ലേ, താഴെ തൊടിയില്ല. അതിനകത്ത് എവിടെ കയറി കേട്ടോ ആശാൻ. നമ്മൾ താഴെ പോയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ സൈഡിൽ ഏതോ മാളത്തിൽ കയറി, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇവർ ടാങ്കിലോട്ട് അടിച്ച വെള്ളം ഒരു 1000 ലിറ്റർ വെള്ളം വെള്ളത്തിനായി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. മറ്റ് വണ്ടിയിൽ വെള്ളം വിളിച്ചിട്ടുണ്ട്. അടിപൊളി ഇറങ്ങിയിട്ടുണ്ട്. ഈ വലയുടെ അടുത്ത് അതാ പോണ വേണ്ട. നമ്മളെന്തായാലും കണ്ടു, അത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ ആ മാളത്തിൽ തന്നെ തിരിച്ചെങ്കിലും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ ദൗത്യം രാവിലെ 10-11 മണിക്ക് തുടങ്ങി രാത്രി 8-8:30ക്കാണ് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ അദ്ദേഹത്തെ മേളിലോട്ട് എടുക്കാം. എന്തായാലും അത് പോയിട്ടില്ല. എന്തായാലും എടാ ചക്കരെ, നീയാണ് നമ്മൾ ഇത്രയ്ക്ക് വെള്ളം കുടിപ്പിച്ചത്. ഒരു കുഞ്ഞു സാധനം. സൈഡ് നല്ല ഉണങ്ങിയെന്ന് പറയാൻ കാരണം അറിയാം, വെള്ളത്തിൽ കിടന്ന് ഇന്നോ ഇന്നലെയോ ഒന്നും വീണതായിരിക്കാൻ സാധ്യതയില്ല. കണ്ടല്ലോ, 1 മീറ്ററിലേറെ നീളമുണ്ട്. നല്ല ടയേർഡാണ്. അതിലുപരി ഇപ്പോൾ കടി കിട്ടിക്കഴിഞ്ഞാൽ കടി നല്ല മരണ കാരണമായി. കാരണം ഈ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വെയിലിരിക്കുന്ന വെനം അതേപടി നല്ല എഫക്റ്റിലായിരിക്കും ഇരിക്കുന്നത്.